പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല ദിവസത്തിന്റെ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. നിങ്ങളോടൊപ്പം അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളോടും സംസാരിക്കുന്നതിന് ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ നല്ല ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ ശോഭൻ രാജ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് കർത്താവിന്റെ ദാസി നമ്മോട് സംസാരിപ്പാൻ തക്കോടെയായിത്തീരും. നമുക്ക് അവർക്കും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ ശോഭൻ രാജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിന്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബത്തെ കുറിച്ചും വീട്ടിലെ ആരൊക്കെ ഉണ്ട് എന്നൊന്ന് പറയാമോ? ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാട് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡും കുഞ്ഞുങ്ങളും എന്റെ വീട്ടിലുണ്ട്. ഞങ്ങൾ മിനിസ്ട്രിയിലാണ്. ഓക്കെ, കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസിക്ക് തുടർമാനമായിട്ട് സംസാരിക്കാം. മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലം, വിദ്യാഭ്യാസം തുടങ്ങിയ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായിട്ട് കർത്താവിന്റെ ദാസി സംസാരിക്കാം. ഞാൻ ജനിച്ചതും വളർന്നതും തിരുവനന്തപുരത്ത് കാര്യവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ക്രിസ്തീയ കുടുംബം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാം, പക്ഷെ യഥാർത്ഥ വണ്ണമായുള്ള ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു എൻ്റെ വളർച്ച വന്നുകൊണ്ടിരുന്നത്. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. എനിക്കൊരു സഹോദരിയുണ്ട്, വിവാഹിതയാണ്. ഇപ്പോൾ 4 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് മാതാവുണ്ട്. കുടുംബമായിട്ട് ഞങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ വേലയിലാണ്. എൻ്റെ ബാല്യകാലം ഓർക്കാമെങ്കിൽ വളരെ ദുഃഖകരമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് എൻ്റെ വളർച്ചയായിരുന്നത്. എൻ്റെ മാതാവ് ഒരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു. എന്നാൽ എൻ്റെ അപ്പൻ വളരെ മദ്യപാനിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭവന അന്തരീക്ഷത്തിൽ ഞാൻ കുഞ്ഞു പ്രായം മുതലേ വളർന്നു വരുമ്പോൾ സമാധാനമോ സന്തോഷമോ അനുഭവിക്കുവാൻ കഴിയാതെയാണ് വളർന്നു വന്നത്. കർത്താവിനെ യഥാർത്ഥവണ്ണമായിട്ട് അറിയാൻ കാരണം എൻ്റെ മാതാവ്, ഞാൻ പറഞ്ഞതുപോലെ ആസ്മ പേഷ്യന്റ് ആയിരുന്നു. എൻ്റെ മാതാവിന്റെ സൗഖ്യത്തെ തുടർന്ന്, ഇതൊരു വലിയ സാക്ഷ്യമാണ്, എൻ്റെ മാതാവിന്റെ സൗഖ്യത്തെ തുടർന്ന് ഞങ്ങൾ ഈ കർത്താവിനെ യഥാർത്ഥവണ്ണമായി രുചിച്ചറിയുവാനിടയായി. എന്നാൽ എൻ്റെ 12ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അന്ന് മുതൽ ഞാൻ ദൈവത്തോട് അടുക്കുവാൻ തുടങ്ങി. 12 വയസ്സേ ഉള്ളൂ, പക്ഷെ ആ കുഞ്ഞു പ്രായം തൊട്ട് യേശു കർത്താവിനോട് അടുക്കുവാൻ തുടങ്ങി. കർത്താവെ, എനിക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവവുമായിട്ട് അടുക്കാൻ തുടങ്ങിയതിനോടനുബന്ധിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഓരോ ദിവസവും കർത്താവിന്റെ ക്രൂശിന്റെ സ്നേഹം എന്നെ വളരെയധികം ആശ്വസിപ്പിക്കുകയും, ഒത്തിരി വസ്തുക്കളുള്ള ഒരു കുടുംബ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അപ്പൊ മരങ്ങളുടെ മൂട്ടിലൊക്കെ ചെന്നിരുന്ന കുഞ്ഞു പ്രായത്തില് ഞാൻ യേശു കർത്താവ്, യേശുപ്പ എനിക്ക് ആരുമില്ല, യേശുപ്പ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. അങ്ങനെ വളർന്നു വന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സഭ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പിതാവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനും ഒക്കെ ഒരുപാട് പ്രതികൂലം ഉണ്ടായി. പെട്ടെന്നൊരു അപകടത്തിലൂടെയാണ് എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അറിയുന്നോളം ഒരു അപ്പനെ പോലെ കർത്താവിനെ സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കർത്താവിന്റെ ആത്മാവിനെ ദൈവം എൻ്റെ മേൽ പകർന്നു. കുഞ്ഞാണെങ്കിലും ഇന്നത്തെ അത്ര ആത്മീക നിലവാരമുള്ള കാലഘട്ടമല്ല. എൻ്റെ 12ാമത്തെ വയസ്സിൽ, ഇപ്പോൾ എനിക്ക് 45 വയസ്സുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ നടക്കുമ്പോഴും അന്യഭാഷയിൽ ആരും അറിയാതെ സ്കൂളിൽ പോകുമ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. ഒരു 13 വയസ്സ് 14 വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ സ്നാനപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെടുവാനിടയായി തീർന്നു. തുടർന്ന് ഞാനിങ്ങനെ 10ാം ക്ലാസ്സൊക്കെ നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ആ സമയത്തെല്ലാം ദൈവസഭയില് ഞാൻ ഒത്തിരി ആക്റ്റീവായിരുന്നു. അതിനു മുൻപ് എൻ്റെ ലൈഫിൽ ഒരു അനുഭവം ഉണ്ടായത്, ഞാനിങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങൾ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ പപ്പ 12ാമത്തെ വയസ്സിൽ മരിക്കുന്നു. എൻ്റെ അമ്മയും ഞാനും എൻ്റെ ചേച്ചിയായിട്ട് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി.
കുടുംബത്തിലാണെങ്കിൽ വിശ്വാസത്തിൽ വന്നത് അമ്മയും ഞങ്ങൾ 2 പെൺമക്കളേ ഉള്ളൂ. പപ്പയുടെ കുടുംബ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഒരു ജോലിയോ അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ. ഈ 2 പെൺമക്കളും അമ്മയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയത്തില്ല. ഞങ്ങൾക്ക് വീടില്ല, സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. അമ്മയ്ക്ക് ഒരു വരുമാന മാർഗ്ഗമില്ല, അമ്മയ്ക്ക് ഒരു ജോലി അറിയത്തില്ല, പുറത്തമ്മ അധികം ഇറങ്ങിയിട്ടുള്ള ആളല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ ഞങ്ങളുടെ ദൈവദാസനോട് ചെന്ന് പറഞ്ഞു. ആ ദൈവദാസനും എന്റെ അമ്മയുടെ സഹോദരങ്ങള്, ചില ബന്ധുക്കള് ഒക്കെ ചേർന്ന്, പാസ്റ്റർ, സഭ ഒക്കെ ചേർന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞു വീട് വെച്ചു തന്നു. വീട്ടിൽ നിന്നും അങ്ങനെ ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ മാറി താമസിക്കുവാനിടയായി തീർന്നു. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്റെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ഞാൻ 10ൽ പഠിക്കുമ്പോഴും, 8ലോ 9ലൊക്കെ ഈ കാലഘട്ടങ്ങളിലെല്ലാം പഠിക്കുന്ന സമയത്തെല്ലാം എപ്പോഴും പാസ്റ്റർമാര്, പ്രവാചകന്മാരൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയും, നീ ദൈവവേലയ്ക്കുള്ളതാണ്, മോള് ദൈവവേല ചെയ്യണം. പക്ഷെ എനിക്ക് അതിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ദൈവത്തെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദൈവവേല ചെയ്യുന്ന ഞങ്ങളുടെ പാസ്റ്ററിന്റെ കഷ്ടപ്പാട്, മറ്റുള്ളവരുടെ കഷ്ടപ്പാട്, ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമായി തീരണം, അമ്മയ്ക്കൊരു അനുഗ്രഹമായി തീരണം, കണ്ണുനീര് മാറണം, കഷ്ടത മാറണം, അതിനുവേണ്ടി പഠിക്കണം. അങ്ങനെയുള്ളൊരു ആവേശത്തിലും പഠനത്തിലുമായിരുന്നു. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു ഞാൻ. നല്ല മാർക്കോടെയാണ് 10ാം ക്ലാസ് പാസ്സായത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ഇങ്ങനെ പഠിച്ച് പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മീറ്റിങ്ങിന് ഞാൻ അറ്റൻഡ് ചെയ്തു. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു സുവിശേഷ വേല ചെയ്യണം. പല പാസ്റ്റർമാർ പറഞ്ഞു. എന്നെ കാണുന്നവരൊക്കെ, ഞാൻ ബൈബിൾ പെട്ടെന്ന് വായിക്കും, ചർച്ചിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു എൻ്റെ യൗവന കാലത്ത്. അപ്പോൾ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം എന്നോട് സുവിശേഷ വേല ചെയ്യണം. അപ്പൊ എന്റെ ചിന്ത മുഴുവനും ഞാൻ ഇങ്ങനെ എല്ലാത്തിലും മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് അവർ പറയുന്നതാണെന്ന് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കും. പിന്നെ എനിക്ക് ഫുൾ ടൈം മിനിസ്റ്റർ ചെയ്യുന്നതിനോട് ഒരു ആഗ്രഹമില്ല, എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാസ്റ്റർ കൺക്ലൂഷൻ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഞാനും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു, ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കുന്നു, ഇങ്ങനെ കണ്ണുനീരോടെ ദയനീയമായിട്ട് പറയുന്ന ഒരു ശബ്ദം. സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ തുടർമാനമായിട്ട് ബൈബിൾ വായിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുക്കും. എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്റർമീഡിയറ്റ് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറായി എന്റെ ചർച്ചില്. പക്ഷെ കണ്ടിന്യൂസ് ബൈബിൾ വായിക്കുന്ന ഒരാളല്ല. ഇടയ്ക്കും അങ്ങനെയൊക്കെ ബൈബിൾ വായിക്കും. ആ സമയത്താണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദം ഇതിനു മുമ്പ് ഞാൻ ബൈബിളിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വീണ്ടും ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുന്നെങ്കിൽ ഈ ശബ്ദം എന്റെ ചെവികളിൽ ഇങ്ങനെയൊക്കെ മുഴകി. വീണ്ടും ഇങ്ങനെ ഈ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. എന്റെ ഹൃദയം അങ്ങ് ഉടഞ്ഞു. ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി പോകാം. എനിക്ക് എങ്ങനെ പോകണം, എന്ത് പോകണം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ ശബ്ദം എന്നെ മാറ്റി. ദൈവത്തിന്റെ ആ ശബ്ദം എന്നെ മാറ്റി. ഞാൻ അന്ന് കർത്താവിനോട് കരയാൻ തുടങ്ങി, കർത്താവെ, ഞാൻ പോകാം. പക്ഷെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. എന്റെ സാഹചര്യം ഒന്നും എനിക്ക് അനുകൂലമല്ല സുവിശേഷ വേല ചെയ്യാൻ. ഞാൻ ആ സമയത്ത് PG വർഗീസ് അങ്കിൾ എഴുതുന്ന ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം, ഇന്ത്യൻ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു പത്രിക എന്റെ വീട്ടിൽ വരും. അതിങ്ങനെ എല്ലാ മാസവും ഞാനിത് വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വായിക്കാൻ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന്, എനിക്ക് ആരോടും ഇത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അതുപോലെ സുവിശേഷ വേല ചെയ്യണമെന്ന് പറയുമ്പോൾ എന്റെ പാസ്റ്ററിന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും ആന്റിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാൻ എതിർത്ത ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ നഴ്സിങ്ങിന് പോകാനായിട്ട് പ്ലാൻ എല്ലാം ചെയ്തു. ഡിഗ്രിക്കുള്ള ഫോം വാങ്ങി എന്റെ വീട്ടിൽ എന്റെ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്. തുടർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ PG വർഗീസ് അങ്കിൾ ഒരു കത്ത് എനിക്ക് എഴുതിയിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കളിൽ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് വേണമോ, താല്പര്യമുണ്ടോ? ഞാൻ ആ പുസ്തകം വരുത്തി വായിക്കാൻ തുടങ്ങി. ആ പുസ്തകം വായിച്ചിരുന്നപ്പോ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ എനിക്ക് നോർത്ത് ഇന്ത്യ എന്താണെന്ന് അറിഞ്ഞൂടെ. ഞാൻ ഇമാജിൻ ചെയ്യും നോർത്ത് ഇന്ത്യയെ കുറിച്ച്. ഈ പുസ്തകം വായിച്ചിട്ടുള്ള അറിവുണ്ട്. കാരണം എന്റെ 17ാമത്തെ വയസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷ വേല എന്താണ്, അങ്ങും ഇങ്ങും ചർച്ചകളേ ഉള്ളൂ, അവിടെ ഇവിടെയും പാസ്റ്റേഴ്സേ ഉള്ളൂ. അപ്പം എന്റെ ചിന്ത മൊത്തം ഞാനിങ്ങനെ ട്രാക്റ്റും ഒക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യയില് മലകളില് ആ പുസ്തകത്തിന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയി കൊടുക്കും. അതായിരിക്കും എന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്നാൽ ദൈവത്തെ ഒത്തിരി രാത്രികൾ മുഴുവനും ഞാൻ ദൈവത്തോട് കരയും.
ജനല് തുറന്നിട്ട് ആകാശത്തേട്ട് നോക്കി പറയും, യേശുപ്പ എനിക്ക് അപ്പനില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് സഹോദരങ്ങളില്ല, എനിക്ക് സഹോദരന്മാരില്ല, എനിക്ക് സ്നേഹം എന്തെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഞാൻ ദൈവത്തോട് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കണ്ടു. ദർശനം കണ്ടത് ഇങ്ങനെയാണ്: ഒരു വലിയ കെട്ടിടം, ഒരു പില്ലറുകൾ കൊണ്ട്. അന്ന് ഞാൻ പില്ലറുകളിലുള്ള കെട്ടിടം കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല പില്ലർ എന്താണെന്ന്. എനിക്ക് കോൺക്രീറ്റ് കെട്ടിടം അറിയാം, ഓല കെട്ടിടം അറിയാം, ഓടിട്ട കെട്ടിടം അറിയാം, പക്ഷെ പില്ലറിലെ വാർത്തിരിക്കുന്ന കെട്ടിടം അറിയത്തില്ല. ഞാൻ ഗൾഫിൽ എപ്പോ പോയി അപ്പോഴാണ് അങ്ങനെ ഒരു കെട്ടിടം ഞാൻ കാണുന്നത്. ഞാൻ അന്ന് ആ 17ാമത്തെ വയസ്സിൽ ഞാൻ സ്വപ്നം കാണുകയാണ്, പില്ലറിന്മേൽ പണിത ഒരു വലിയ ബിൽഡിങ്. ആ ബിൽഡിങ്ങിനകത്ത് അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന ആൾക്കാരോട്, ഞാൻ കണ്ട ദർശനമാണ്, ഞാൻ ആൾക്കാരോട് ചോദിക്കുന്നു എന്റെ റൂം എവിടെയാണ്. അപ്പോ ആ നിൽക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു തന്നത്, നിന്റെ റൂം നമ്പർ 7, സാബു, അരുവിക്കര, 5 അടി 7 ഇഞ്ച് പൊക്കം. അപ്പോ എന്റെ ഭാവിക്കായിട്ടോ എന്റെ കല്യാണത്തിനായിട്ടോ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സ്വപ്നം കണ്ടു. ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, ആർക്കും എന്താണെന്ന് അറിയത്തില്ല. ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു വളരെ പ്രായമുള്ള ഒരു അപ്പച്ചൻ പാസ്റ്ററുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ദൈവം എനിക്കൊരു വലിയ വിഷൻ, എന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ എന്ത് ചെയ്യണം കർത്താവ്, എങ്ങനെ പോണം, എവിടെ പോണം, എനിക്ക് അറിയത്തില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു ഹൃദയത്തിനകത്ത് ദൈവം ഒരു വലിയ വിഷൻ ഇട്ട് തന്നു. ഒരു വലിയ ബിൽഡിങ്, ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് എന്നെ വിവാഹം കഴിച്ചിരുന്ന പാസ്റ്റർ ശോഭൻ രാജിന്റെ വീട്ടിലെ പേര് സാബു എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം അരുവിക്കരയാണ്. 5 അടി 7 ഇഞ്ച് പൊക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അതുവരെ കണ്ടിട്ടില്ല, പിന്നീട് ഞാൻ കാണുന്നില്ല, സ്വപ്നം കണ്ടു കഴിഞ്ഞതിന് ശേഷം കാണുന്നില്ല. വീട്ടിൽ ഓരോ ദിവസവും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അപ്പനില്ല, അമ്മയ്ക്ക് ജോലിയില്ല, വളരെ ബുദ്ധിമുട്ട്, വളരെ വേദനയോടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വിവാഹാലോചനകൾ വരും. അങ്ങനെ ഒത്തിരി നല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ വന്ന സമയത്ത് ഒരു ദിവസമായപ്പോ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ കടന്നു വരുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന്റെ പേര് സാബു, അരുവിക്കരയിൽ നിന്നാണ് വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയായി. പക്ഷെ സാഹചര്യങ്ങൾ നോക്കിയാൽ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു വിവാഹ ആലോചന, എല്ലാവർക്കും ആർക്കും താല്പര്യമില്ലാത്തൊരു വിവാഹാലോചന. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഈ റൂം നമ്പർ 7, സാബു, അരുവിക്കര, 5 അടി 7 ഇഞ്ച് പൊക്കം. എനിക്ക് വീട്ടിൽ പറയാൻ പറ്റത്തില്ല, കാരണം ആർക്കും അതിനോടൊരു താല്പര്യമില്ല. കാരണം എന്നെ കുറിച്ച് അമ്മയ്ക്ക്, ബന്ധുക്കൾക്ക് എല്ലാം വലിയ കൺസെപ്റ്റാണ്, വലിയ നിലയിലെത്തണം, വലിയ രീതിയിലെത്തണം. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളറയില് കർത്താവ് എന്നോട് പറഞ്ഞ വാക്ക്, കർത്താവ് എന്നോട് സംസാരിച്ചാൽ, കർത്താവ് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, മുഖമോ പൊക്കമോ നോക്കരുത്, ഒന്നും നോക്കാതെ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി പ്രതികൂലങ്ങളുടെ മധ്യത്തില്. അപ്പൊ എന്റെ അമ്മയ്ക്ക് താല്പര്യമില്ലാതായി, ബന്ധുക്കൾക്ക് താല്പര്യമില്ലാതായി, സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ല, എനിക്കെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ദൈവം ഒത്തിരി സാക്ഷ്യമുണ്ട് ഇതിനകത്ത്, പറയാൻ ഒത്തിരി സമയമെടുത്ത് പറയാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി തന്നു. ഞങ്ങളുടെ വിവാഹം നടന്നു. സുവിശേഷ വേല എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എനിക്ക്. പക്ഷെ ഒരു കർത്താവ് പറഞ്ഞ ദർശനപ്രകാരം ഒരു സുവിശേഷകന് വിവാഹം കഴിച്ചു. പക്ഷെ അടുത്ത എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, അന്നത്തെ മൈൻഡ് വെച്ചിട്ട്, മനസ്സ് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചു, എന്നെ വിവാഹം കഴിക്കുന്ന ആളിന് ഒരു സഭ കാണും, ചർച്ച് കാണും. അപ്പൊ ഞാൻ ഇനി ആ ചർച്ചിലോട്ട് പോകും, അവിടെ മിനിസ്റ്റർ ചെയ്യും. പക്ഷെ ഞാൻ വിവാഹം കഴിഞ്ഞു വന്നത് ഒരു ചർച്ചിലോട്ടല്ല. ഞാൻ വിവാഹം കഴിഞ്ഞു വന്നത് ഞാൻ ഉണ്ടായിരുന്നതിൽ നിന്നും ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക്. ഞാൻ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, താഴ്വാരത്തിലോട്ട് പോയി. അതിനേക്കാളും വലിയൊരു താഴ്വാരത്തിലേക്ക് ഞാൻ വന്നു എന്റെ വിവാഹത്തോട്. പക്ഷെ ഒറ്റ കാര്യം എനിക്കറിയാം, ഞാൻ എന്റെ യേശുപ്പന്റെ ശബ്ദമാണ് കേട്ടത്, എന്റെ യേശുപ്പന്റെ വാക്കാണ് ഞാൻ അനുസരിച്ചത്. എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് എന്റെ കർത്താവിൽ വിശ്വാസമുണ്ട്. എന്തെന്ന് വെച്ചാൽ, എന്നെ ഈ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം പറയും പോലെ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കകത്ത് എന്റെ ശുശ്രൂഷയ്ക്കുള്ളത് എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് വന്നത് ഒരു വലിയ സഭയിലോ ഒരു ചർച്ചിലോ അല്ല. ഞാൻ കല്യാണം കഴിഞ്ഞത് കൊണ്ട് മാത്രം പാസ്റ്റർ ഒരു സാരി, പഴയ 2-3 സാരി മറച്ച്, ഒരു 2-3 പ്ലാവിന്റെ തൈകൾ ഉണ്ടായിരുന്നു, അതിനെ ചുറ്റും കെട്ടി, തറയിൽ മണ്ണെല്ലാം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന, അതായത് കപ്പ നട്ടിട്ടുള്ള ഒരു ഭൂമി. ആ ഭൂമിയില് വെറും ഒരു 4-5 സാരി മറച്ച്, അതായത് അവിടെ നിൽക്കുന്ന പ്ലാവിന്റെ തൈകളില് സാരി ഇങ്ങനെ കെട്ടി ഒരു ആരാധനാ സ്ഥലം.
അപ്പൊ ഞാനിങ്ങനെ വഴിയിലെ വരുമ്പോൾ ചോദിക്കും, ഇതാണോ നമ്മളെ ചർച്ച്? റോഡ് സൈഡിൽ കാണുന്ന ചർച്ച് എല്ലാം കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഇതാണോ നമ്മളെ ചർച്ച്? ഭയങ്കര ആകാംക്ഷയോടെയാണ് ഞാൻ വരുന്നത്. കാരണം മിനിസ്ട്രിക്ക് വേണ്ടി വലിയ താല്പര്യത്തോടെ ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പം പറയും, ഇതല്ല. ഈ ഷെഡിന്റെ മുമ്പേ കൊണ്ട് നിർത്തിയിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ഇതാണ് നമ്മുടെ ചർച്ച്, ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു വിശ്വാസികളും ഇല്ലായിരുന്നു. ദൈവം തുടങ്ങി, ദൈവം പണിയാൻ തുടങ്ങി. ആത്മാക്കളെ ദൈവം തരാൻ തന്നെ. 1-2 കൊച്ചു പിള്ളേർ വരും, അവരെ പഠിപ്പിക്കും, ചെറുതായിട്ടിരുന്ന് പാട്ട് പാടും, സൺഡേ സ്കൂൾ പഠിപ്പിക്കും. അങ്ങനെ ആയി. എന്നാൽ കർത്താവിന്റെ ദാസൻ ആ ദേശത്ത് വാഴവള, ചുള്ളിമാനൂര്, നെടുമങ്ങാട് ചുള്ളിമാൻ എന്ന് പറയുന്ന ദേശത്ത് അതിന് 1 വർഷം മുമ്പേ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പല സാഹചര്യങ്ങളുടെയും താൻ പ്രവർത്തിച്ചതാണ്. ആ ദേശത്ത് ഒരു സഭയുടെ ഒരു അടിസ്ഥാനം ചെറുതായിട്ട് തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ വിസിറ്റിങ്ങിന് പോകും. ആ സമയത്ത് ഒരു വീടുണ്ട്, അതിന്റെ ബാക്കിലായിട്ട് അവിടെ ഒരു കിണറുണ്ട്. ഞാൻ ആ കിണറിൽ നിന്ന് വെള്ളം കോരും. ഈ ചെവരൊന്നും ആ ഷെഡിനകത്തില്ല. അപ്പോ പാമ്പ് കയറി വരും, അട്ട വരും, ക്ഷുദ്രജീവികൾ വരും. അപ്പൊ അതിനെല്ലാം മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചാണ് അന്ന് പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പാസ്റ്റ് വിസിറ്റിംഗ് പോയല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇളകി കിടക്കുന്ന മണ്ണിൽ വെള്ളം കൊണ്ടൊഴിക്കും. എന്നിട്ട് അതിനെ കുഴച്ചിട്ട് ചെവരുണ്ടാക്കും. ഒരു ചെറിയ ചെവര്, അത് വലിയ പൊക്കത്തിനല്ല, ഇത്രയും പൊക്കത്തിനൊക്കെ ഇങ്ങനെ അതിന് ചെറിയൊരു ചെവരുണ്ടാക്കി. അത് മറ്റൊരാളുടെ ഭൂമിയാണ്, ഒരാള് പ്രാർത്ഥിക്കാനായിട്ട് താൽക്കാലികമായി തന്നൊരു ഭൂമിയാണ്. അങ്ങനെ ചെറിയ ചെവര്, ഇത്ര പൊക്കമുള്ള 4 ചുറ്റുമുള്ള ഒരു ചെവര് അതിനുണ്ടാക്കിയെടുത്തു. അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് കുടുംബങ്ങളോ, 1 കുടുംബം, 2 കുടുംബം, അങ്ങനെ വിശ്വാസത്തിൽ ആൾക്കാർ വന്നു. ഞങ്ങൾ ഒത്തിരി കഷ്ടതയിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഒരു 25 പൈസയൊക്കെ ഉള്ള അന്ന് നാരങ്ങ പാക്കറ്റിൽ ചെറിയ അത് വാങ്ങിത്തരാനുള്ള സാമ്പത്തികം അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ അത് അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കത്തില്ല, ഞാൻ ഛർദ്ദിക്കും. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു നാരങ്ങ വാങ്ങി കഴിച്ചാൽ എന്റെ ഛർദ്ദിൽ മാറും. മീറ്റിങ്ങിന് പോവുകയാണ്, യാത്ര ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി അവിടെ അങ്ങ് സറണ്ടർ ചെയ്തു. എന്നിട്ട് എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് ദൈവത്തിന്റെ ദാസനാണ്. എന്റെ വീട്ടിലോ എന്റെ ബന്ധുക്കളെടുത്തോ എന്റെ ആവശ്യങ്ങൾ ഒന്നും പറയാതെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാനിടയായിത്തീർന്നു. 2 പേരും. എനിക്ക് ഒത്തിരി വേണമെങ്കിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ എന്റെ വീട്ടുകാരടുത്ത് എനിക്ക് പറയാം. എന്റെ ചേച്ചി അന്ന് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോഴും ഗൾഫിൽ ആണ് ആ ചേട്ടൻ ജോലി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ചോദിച്ചാൽ തരികയില്ല എന്നല്ല, തരും. പക്ഷെ കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ചോദിച്ച എന്റെ യേശുപ്പന്റെ മുഖം തല താഴ്ത്തുമെന്ന് വിചാരിച്ചിട്ട് എന്റെ യേശുപ്പന്റെ മുഖം നോക്കിയിട്ട് ഞാൻ ആരോടും ഒരാവശ്യങ്ങളും പറഞ്ഞിട്ടില്ല, എന്റെ ഒരാഗ്രഹങ്ങളും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം ഇടയിൽ കയറി പറയുകയാണ്, ഇന്ന് അനേക കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കാൻ, അവർക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, അവരെ കൊണ്ടുപോയി നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മോളുണ്ടായി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മോളുണ്ടായി. കുഞ്ഞിന് ഒന്നും വാങ്ങിക്കൊടുക്കാനോ ഒന്നിനും ഞങ്ങളുടെ കയ്യിൽ കാശില്ലാതിരിക്കുന്ന സമയത്ത് ബിലീവേഴ്സ് ചർച്ചില് KP യോഹന്നാൻ സാറ് നയിക്കുന്ന ബിലീവേഴ്സ് ചർച്ചില് ഞങ്ങളെ ചേർത്ത് തുച്ഛമായ ഒരു ശമ്പളം തരും. അതിന് ഞങ്ങളൊരു വാടക വീട്ടെടുത്തു. അങ്ങനെ ആ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടെ വീണ്ടും ആരാധന തുടങ്ങി. ആ വീട്ടിന്റെ മുകളിൽ ആരാധന തുടങ്ങി. ആരാധന വിശാലമായി, ആത്മാക്കൾ ഒത്തിരി കടന്നു വരാൻ തുടങ്ങി. രണ്ടാമത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറഞ്ഞു, എന്റെ വിവാഹത്തിന് മുമ്പ് ഞാനൊരു ഒരു ദർശനം കണ്ടു. 2000 ആയപ്പോ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ 3 മാസം പ്രസവിച്ച് 3 മാസം കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഉപവസിക്കായിരുന്നു 21 ദിവസം. എല്ലാരും പറഞ്ഞു ഉപവസിക്കലേ, ഫീഡ് ചെയ്യുകയാണ്. എനിക്കൊന്നും തോന്നിയില്ല. ഒരു കർത്താവ് എന്ത് ചെയ്യണം, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, ആ ആഗ്രഹത്തിൽ ഉപവസിക്കാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2000 ദൈവാത്മാവ് ഇടപെട്ടു. നിങ്ങള് ഈ പ്രസ്ഥാനത്തെ വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങണം. 2 പേരോട് ഒരുപോലെ ഇടപെട്ടു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾക്കൊരു മിനിസ്ട്രിക്കായിട്ട് നിങ്ങൾ ഇറങ്ങണം. ഞങ്ങൾക്കൊരു മിനിസ്ട്രി തുടങ്ങാനുള്ള അല്ലെങ്കിൽ ഒരു വിഷൻ പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക സാഹചര്യം ഞങ്ങൾക്കില്ല. അതിൻ്റെതായ ഒരു സാഹചര്യവും ഞങ്ങളുടെ മുൻപിലുള്ള ഇല്ല. പക്ഷേ ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു. കർത്താവ് അത് നിവർത്തിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ ആ സംഘടനയിൽ റിസൈൻ ചെയ്തിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങുവാനിടയായി തീർന്നു. പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി ഹെവൻലി വിഷൻ ഇന്ത്യ എന്ന മിനിസ്ട്രി രജിസ്റ്റർ ചെയ്തു. തുടർന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം ഓരോ സ്റ്റെപ്പും കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. ഓരോ സ്റ്റെപ്പായിട്ട് കർത്താവ് ചെയ്തു. ആത്മാക്കളെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അപ്പോഴും സ്വന്തമായിട്ട് സ്ഥലമില്ല, ഭൂമിയില്ല.
ബിലീവേഴ്സ് ചർച്ചിന്റെ കെട്ടിടത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ നിന്നുണ്ടായി, പ്രഷർ ഉണ്ടായി. കാരണം ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് വീണ്ടും ആ കെട്ടിടത്തിൽ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങള് ഒരു ബ്രദറിന്റെ ഒരു 7-8 വർഷം അങ്ങനെ പോയി ഒരു ബ്രദറിന്റെ വാടക കെട്ടിടത്തില് ആരാധന തുടങ്ങി. ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. മഴ പെയ്യും, ഒരു ഓല കെട്ടിടം, ഓല ഷെഡാണ് ഇടുന്നത്. മഴ പെയ്യും. ബന്ധുക്കളായിരുന്നാലും ചാർച്ചക്കാരായിരുന്നാലും ആർക്കും ഇവരുടെ ഭാവി എന്തായിത്തീരും, പലരും പറയാൻ തുടങ്ങി ഇവരെന്തായിത്തീരും, ഈ കുഞ്ഞുങ്ങൾ എന്തായിത്തീരും, ഇവരെങ്ങനെ മുന്നോട്ട് പോകും, ഇവരുടെ നാളെ എന്തായിത്തീരും. ആ ഷെഡിനകത്ത് ദൈവത്തോട് ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. പല പ്രാവശ്യം പാസ്റ്റർ നോർത്ത് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ പോകാൻ തുടങ്ങി. ദൈവ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കി, വരമ്പുകളെ വിശാലമാക്കി, വിസ്തൃതമായ അനുഭവത്തിലേക്ക് ശുശ്രൂഷ വൈൽഡ് ആകാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ആരാധന ചിലപ്പോൾ നടത്തുന്നത്. പെരുമഴയുള്ള സമയത്തൊക്കെ എനിക്കൊരു അനുഭവം ഉള്ളത്, നല്ല മഴയുള്ള സമയമാണ്. ടെന്റിന് ഞങ്ങൾ ടാർപോളിന് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ആൾക്കാരെല്ലാം കടന്നു വന്നു. ഭയങ്കര മഴ, ഒരു സൈഡ് അങ്ങ് പൊട്ടിപ്പോയി. എല്ലാരും നോക്കിയിരിക്കുകയാണ്, മഴയത്ത് ഒതുങ്ങിയിട്ടല്ലേ നോക്കുള്ളൂ. ഞാൻ ഓടിച്ചെന്നു, ആ ഒരു വശം ഇങ്ങനെ പിടിച്ചു നോക്കി, മുഴുവൻ മഴയിൽ നനഞ്ഞു. കുറെ പേര് റോഡിൽ നിന്ന് നോക്കി, കളിയാക്കി. ഈ ദേശത്ത് ഞങ്ങൾ ഒത്തിരി നിന്ദിക്കപ്പെട്ടു. അതായത് ഈ സ്ഥലമല്ല, കുറച്ചപ്പുറത്തായിട്ട് മാറി. ഒത്തിരി എന്താണ് ഈ സ്ത്രീ ചെയ്യുന്നത്, കുറെ ആൾക്കാരും കൂടെ നിന്ന് തട്ടുന്നു, പാടുന്നു, എന്തൊക്കെ പറയുന്നു, എന്താണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ഇന്ന് അവരെല്ലാം ഞങ്ങളുടെ വിശ്വാസികളായി തീർന്നു. അവരെല്ലാം ഇന്ന് ഞങ്ങളുടെ മുൻപിൽ എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങളെ കാണുമ്പോൾ എഴുന്നേക്കാൻ തുടങ്ങി. അങ്ങനെ ആ മിനിസ്ട്രി ഇങ്ങനെ ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങുള്ള ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ വന്നു, ഒരു സഹോദരിയും വന്നില്ല. ഞാൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുപ്പ, ഒരു നല്ല പൂ ഇങ്ങനെ പൂത്ത ആ പറമ്പിൽ നിൽക്കുകയാണ്. ഭയങ്കര മഴ. ഈ സൈഡില് ഒരു വലിയ മൺകട്ട ഇടിഞ്ഞിങ്ങി പോകുന്നു. ഞാൻ ഒറ്റയ്ക്ക് ആ ഷെഡിൽ നിന്ന് ഓർമ്മ, യേശുപ്പ ഭയങ്കര ഇടിവെട്ടുമുണ്ട്. ഈ ഇടിവെട്ട് ഈ ഷെഡ് കത്തിപ്പോയാലും എനിക്കറിയത്തില്ല. നീ എത്ര മനോഹരമായിട്ട് ആ പൂവിനെ എന്ത് സന്തോഷിക്കുന്ന ആ മഴയത്ത് ആ പൂ. ഞാൻ സന്തോഷിക്കുന്നില്ല, എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആരാധിക്കാൻ ഒരു സ്ഥലമില്ല, അതിനുള്ള ക്രമീകരണം ഞങ്ങൾക്കില്ല. കാരണം ഈ ദേശത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഓപ്പോസിഷൻസ് ഉണ്ട്. കാരണം മുസ്ലിങ്ങളുടെ, ഒരു ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്തൊരു ദേശമാണിത്. ഒത്തിരി മുസ്ലിംസ് അവര് ആദ്യം ഒരു സ്ഥലത്ത് അഡ്വാൻസ് കൊടുത്ത് അത് വാങ്ങാൻ സമ്മതിച്ചില്ല, പ്രശ്നമായി. അടുത്ത് വേറെ സ്ഥലത്ത് പാസ്റ്റർ പോയി, അവിടെയും പ്രശ്നമായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നാൽ ദൈവം ചില വർഷങ്ങൾക്ക് മുമ്പ്, വിവാഹത്തിന് മുമ്പേ ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ട്. ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മെ വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമേ അല്ല. മനുഷ്യൻ നമ്മെ വിട്ട് മാറിപ്പോകും. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ മാന്യ സ്നേഹിതനോട് അല്ലെങ്കിൽ എന്റെ സഹോദരിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അപ്പൻ മാറിപ്പോകും, അമ്മ മാറിപ്പോകും, ബന്ധങ്ങളെല്ലാം മാറിപ്പോകും. പക്ഷെ യേശുപ്പൻ മാറത്തില്ല. വാക്ക് പറഞ്ഞാൽ കർത്താവ് മാറത്തില്ല, വഴി വിട്ടേച്ച് പോകത്തില്ല. ആ കർത്താവിനോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ആ പൂ എത്ര മനോഹരമായി സന്തോഷിക്കുന്നു ഈ മഴയത്ത്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയല്ലേ, എത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു, ദർശനം നീയല്ലേ തന്നത്, ഇതുവരെയും പൂർത്തീകരിച്ചില്ലല്ലോ, ഞങ്ങളുടെ കരങ്ങൾ ശൂന്യമല്ലേ, ഇന്നും വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഇത്രയും ആയില്ലേ, 3 മക്കളുണ്ട്, 3 പേരും പഠിക്കാൻ തുടങ്ങി, വളർന്നു. ആ 2000-ൽ ആ മോന് 10 വയസ്സോളം ആകാറായി. 2010 ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മഴയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയപ്പം പാസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു സ്ഥലം ഞാൻ കണ്ടു, മുസ്ലിംസിന്റെ സ്ഥലമാണ്, നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കാണാൻ പോകാം. ഞാൻ വന്ന് കണ്ടപ്പോ ഒരു വലിയ കുഴിയാണത്, ഭയങ്കര കുഴി. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നമുക്ക് അഡ്വാൻസ് കൊടുക്കാം, എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ആ ബ്രദറുമായിട്ട് സംസാരിച്ച് അഡ്വാൻസ് കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് ഇടപാട് ചെയ്യാൻ പൈസ ഇല്ല, ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഇല്ല. കാരണം ഞങ്ങൾ വിശ്വാസത്തോടെ ഇറങ്ങിയതാണ്. എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊന്നുമില്ല കൊടുക്കാൻ. അദ്ദേഹത്തിനും അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫാമിലി ബാക്ക് സപ്പോർട്ട് ഉള്ള ഒരു ഫാമിലി അല്ല. ഞങ്ങളെ ദൈവം നടത്തിയാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഒരു മനുഷ്യന്റെ മുൻപിൽ കൈനീട്ടാതെ കർത്താവ് അതുവരെ ഞങ്ങളെ നടത്തി. ദൈവം വിശ്വസ്തനായിരുന്നു. ഞങ്ങൾ ആ വസ്തു നോക്കിക്കഴിഞ്ഞിട്ട് ആ സഹോദരനുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ ആ ബ്രദർ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ആ സ്ഥലം തരാം. മുസ്ലിം സഹോദരൻ. ഞങ്ങൾ ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു. അവിടുത്തെ അമ്മയ്ക്ക് ക്യാൻസറിന്റെ അസുഖമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആ അമ്മയ്ക്ക് ആശ്വാസം ദൈവം കൊടുത്തു, സൗഖ്യം കൊടുത്തു. പക്ഷെ അവരൊരു വിശ്വാസിയായി തീർന്നില്ല, ഞങ്ങളുടെ ആത്മസ്നേഹിതരായി തീർന്നു. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങി. ഇത്രയും പേര് ഞങ്ങൾക്ക് ഓപ്പോസിഷനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു മുസ്ലിം കുടുംബത്തെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരങ്ങളെടുത്തു. ആ ബ്രദർ പറഞ്ഞു,
എന്ത് വന്നാലും ഈ വസ്തു, ഈ 20 സെന്റ് സ്ഥലം നിങ്ങൾക്ക് മാത്രമേ തരുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോൾ ഈ ഏരിയയിലുള്ള എല്ലാ മുസ്ലിങ്ങളോട് പ്രശ്നത്തിലായി. പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞില്ല, എനിക്ക് ഒരപ്പനേ ഉള്ളൂ, ഞാൻ കൊടുക്കത്തില്ല, അവർക്കേ വസ്തു കൊടുക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് 20 ലക്ഷം രൂപയോളം വേണം, ഞങ്ങൾക്ക് അത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം കൂടെ ആ ബ്രദർ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു ഓല ഷെഡിലാണ് ഇന്ന് ആരാധന നടത്തുന്നത്. ആ ഷെഡ് ഇട്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. ആ ബ്രദർ ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ പ്രാർത്ഥിച്ചത് മതി, ഞങ്ങൾക്ക് ആ വസ്തു വിൽക്കണം, നിങ്ങൾ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. യേശുപ്പ, നാളെ എന്താകണമെന്ന് എനിക്കറിയത്തില്ല, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ദർശനം തന്നത് കർത്താവാണ്, ഞങ്ങളെ വിളിച്ചത് ദൈവമാണ്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ആ മുസ്ലിം ബ്രദർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്ത് നിങ്ങൾ ഒരു ഷെഡ് ഇട്ടോളാൻ പറഞ്ഞു. പുള്ളിയുടെ പേരിനിരിക്കുന്ന വസ്തു, പുള്ളിയുടെ പേരിന് കറണ്ട് എടുത്ത ഒരു ചെറിയൊരു കറണ്ട് ഉണ്ടായിരുന്നു അവിടെ, ഒരു ബോർഡ്, ആ കറണ്ടില് വെച്ചുകൊണ്ട് പുള്ളിയുടെ പേരിൽ ഞങ്ങൾ ഒരു ഷെഡ് ഇട്ടു. പുള്ളിയുടെ പേരിൽ തന്നെ ഇരിക്കുന്ന ഒരു ഷെഡ് ഇട്ടു. ഒരു ചെറിയൊരു റൂം പോലെ അവിടെ പണിതു. അവിടെ അങ്ങനെ ആരാധന തുടങ്ങി. ഭയങ്കര പ്രശ്നത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. കാരണം ഞങ്ങൾക്കെതിരായിട്ട് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഭയങ്കര ഒരു മാസ് പെറ്റീഷൻ കേസ് കൊടുത്തു. അത് കളക്ടറേറ്റിൽ കൊടുത്തു, വിജിലൻസിന് കൊടുത്തു, ഞങ്ങൾക്ക് അനധികൃത വരുമാനമാണെന്ന് പറഞ്ഞ് സ്പെഷ്യൽ ബ്രാഞ്ചിന് കൊടുത്തു, ഡിവൈഎസ്പിക്ക് കേസ് കൊടുത്തു, സിഐക്ക് കൊടുത്തു, ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോ ഭയങ്കരമായിട്ട് അവരിവിടെ വന്ന് നടന്ന് വഴക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, കമ്പും തടിയായിട്ട് വരും, പാസിനെതിരെ തെറി പറയും, ഇറങ്ങി വരാൻ പറയും. പക്ഷെ പാസിന് അധികം ഇറക്കാറില്ല, ഞാനാണ് ഇറങ്ങാറുള്ളത്. ഞാൻ പറയും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അങ്ങനെ എന്നും പ്രശ്നങ്ങളും വഴക്കും. ആരാധന സമാധാനത്തോടെ നടക്കാൻ പറ്റത്തില്ല. ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഇങ്ങനെ വടിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും, പ്രശ്നം ഉണ്ടാക്കും. ആരാധന അലക്ഷ്യോ ഒരു ദിവസമായപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ലോക്കൽ സ്റ്റേഷനിൽ കേസിന് പോയി. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. കാരണം എന്നെ അകത്ത് വിളിച്ച് സ്പെഷ്യലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും, പാസ്റ്റിനെ ഇപ്പുറത്തിരുത്തി വേറെ ക്വസ്റ്റ്യൻ ചെയ്യും, ചർച്ചിലെ 1-2 ബ്രദേഴ്സിന് അവരെയും ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ 3 രീതിയിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ 3 പേരും പറയുന്നത് ഒന്നല്ലെങ്കിൽ കേസ് നമുക്ക് തിരിയും. അങ്ങനെ കേസ് പറയണതിന്റെ തലേ രാത്രി ഞാൻ ഉറങ്ങത്തില്ല. ഞാൻ എപ്പോഴും പാസ്റ്ററിനോട് പറയും, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഒരു അഡ്വക്കേറ്റിനെ കാണും. പാസ്റ്റർ, എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ഞാൻ ആരെയും കാണത്തില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ഞാൻ ആ അഡ്വക്കേറ്റിന്റെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയും, ഇല്ല, അഡ്വക്കേറ്റ് നമുക്ക് ക്ലാസ് തരും, അതുപോലെ നമുക്ക് 3 പേർക്കും ഒരുപോലെ പറയാം. പക്ഷെ 3 പേരെടുത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 3 രീതിയിലായിരിക്കും. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. പക്ഷെ ഞങ്ങൾ എഴുതി കഴിയുമ്പം 3 പേരും പറയുന്ന മറുപടി ഒന്നായിരിക്കും. പക്ഷെ 3 പേരും 3 സ്ഥലത്ത് നിന്നാണ് എഴുതുന്നത്, 3 മുറികളിലാണ് എഴുതുന്നത് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലോക്കൽ സ്റ്റേഷൻ കഴിഞ്ഞു, സിഐയുടെ അടുത്ത് പോയി, സിഐയുടെ അടുത്തതും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി വടികളും ഒക്കെ ആയിട്ട് ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ കയറി വന്നപ്പോ ഇതിനകത്ത് പോലീസ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് വന്നപ്പോ ഇവിടെ 3-4 പേർക്ക് ഭൂതോപദ്രവം ഉണ്ടായി. ഭൂതം ഇളകി, അവരുടെ ശരീരത്തിൽ നിന്ന് ഭൂതം ഇളകി. കണ്ടു നിന്ന പോലീസ് പേടിച്ചു. പോലീസ് പറഞ്ഞു, അയാൾ ഇറക്കി വിട്, അവനെ ഇറക്കി വിടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുള്ളിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ സാർ അകത്ത് കയറി ചെന്ന് ആ കാര്യം ക്രമീകരിക്കോ, ഇത് കണ്ടല്ലോ, ഇത് ക്രമീകരിക്കുമെങ്കിൽ പുള്ളി പുറത്തു വരും. അയ്യോ, ഞങ്ങൾക്കത് പറ്റില്ല, പുള്ളിയുടെ അടുത്ത് തന്നെ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം പോലീസ് പോയി. പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോ രാത്രിയായപ്പോ ഇതുപോലെ തന്നെ പോലീസ് ഇല്ല, നാട്ടുകാർ മൊത്തം പ്രശ്നമായിട്ട് വന്നു. അങ്ങനെ ഈ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് ഓൺലൈൻ വഴി ഉമ്മൻചാണ്ടി സർക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഓൺലൈനില് ജനസമ്പർക്ക പരിപാടി പോലെ. ആ സമയത്ത് ലൈവ് ഒരു ബ്രദർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചർച്ചിൽ. ആ ബ്രദർ ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് കൊടുത്തു. പെട്ടെന്ന് അടുത്ത് ഞങ്ങൾക്ക് പോകേണ്ടത് ഡിവൈഎസ്പിയുടെ അടുത്താണ്. ഡിവൈഎസ്പി ഞങ്ങൾക്ക് കേസ് കൊടുത്ത മെയിൻ ആളിന്റെ അടുത്ത ബന്ധുവാണ്, മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന സാറാണ് ഇവിടെ ഇരിക്കുന്നത് ഡിവൈഎസ്പി ആയിട്ട്. അപ്പൊ അടുത്ത് എങ്ങനെ പോകണമെന്ന് ഓരോ ദിവസവും ഭയങ്കര വിഷമമാണ്. നാളെ എങ്ങനെ പോകും? യേശുപ്പ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു സ്ഥലത്തോട്ട് വന്നു, ഒരു ഷെഡ് ഇട്ടു, അവിടെയും ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, ഡിവൈഎസ്പിയുടെ അടുത്ത് പറഞ്ഞു, എന്താ അവിടുത്തെ കേസ്? അന്ന് ഞങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ലായിരുന്നു. കേസില്ലാതെ വെറുതെ പോലീസുമായിട്ട് ഇവിടെ വന്നു. 1-2 പോലീസും അവരുടെ ബന്ധത്തിലെ ആൾക്കാരുമായിട്ട് ഇവിടെ വന്നു. അപ്പൊ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങളെ വിളിപ്പിച്ചു, എന്താ പ്രശ്നം, ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്തു തരാം, ഞങ്ങൾ എന്ത് പണിഷ്മെന്റ് കൊടുക്കണം, നിങ്ങൾക്കെതിരെ കേസ് ഇല്ലാതെയാണ് അവിടെ പ്രശ്നത്തിന് വന്നത്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ.
ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയാം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവം നമുക്ക് അനുകൂലമായിട്ട് ഇറങ്ങി നിന്നാൽ ഒരു മനുഷ്യനും ഒരു പിശാചിനും പ്രതികൂലമായി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രതികൂലമായി നിൽക്കാൻ കഴിയുകയില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. കഴിഞ്ഞ ദിവസം മോൻ ഇങ്ങനെ ശുശ്രൂഷിച്ചപ്പോ ഒരു വാക്ക് പറഞ്ഞു, ദാനിയേല് സിംഹക്കുഴിയിലായത് ദാനിയേലിന്റെ മഹത്വമായി തീർന്നു. ദാനിയേൽ സിംഹക്കുഴി പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചില്ല, പക്ഷെ സിംഹക്കുഴിയിൽ ആയത്, സിംഹത്തിന്റെ കുഴി ദാനിയേലിന്റെ മഹത്വമായി തീർന്നു. നിങ്ങൾ ഒരു പക്ഷേ താഴ്വരയിലായിരിക്കാം, വേദനയിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലായിരിക്കാം. അത് നിങ്ങളുടെ മഹത്വമായി തീരാൻ പോകുകയാണ്. നിങ്ങളുടെ ആ സാഹചര്യം നിങ്ങളുടെ മഹത്വമായി തീരാൻ പോകുകയാണ്. അതുപോലെ തന്നെ ഈ കേസിലേക്ക് പോയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്വമായി തീർന്നു. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം ഞങ്ങളെ വിളിച്ചു, പാസ്റ്റർ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് ചെയ്ത, നാളെ ഇവരെല്ലാം ഞങ്ങളുടെ വിശ്വാസികളാകേണ്ടതാണ്. ഞാൻ നാമ മഹത്വത്തിനായിട്ട് പറയട്ടെ ദൈവമക്കളെ, എന്റെ പ്രിയ സഹോദരി, ഞാനൊരു കാര്യം ആത്മാർത്ഥതയോടെ പറയാം. 8-ലധികം പേര് മുസ്ലിം സഹോദരങ്ങള് കർത്താവിന്റെ ദാസന്റെ കയ്യാൽ ഈ ദേശത്തുനിന്ന്, ഈ ചുറ്റുപാടുകളിൽ നിന്ന് സ്നാനപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾക്കെതിരായി വന്ന കേസുകൾ, ഞങ്ങൾ ഒഴുക്കിയ കണ്ണുനീരുകൾ ഞങ്ങളുടെ മഹത്വമായി തീർന്നു. ഞങ്ങളുടെ ഓരോ വേദനകളും ഞങ്ങളുടെ മഹത്വമാക്കി ദൈവം തീർത്തു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് കേസ് എല്ലാം കഴിഞ്ഞു. ഓരോ വ്യക്തികളായിട്ട് ദൈവം തൊടാൻ തുടങ്ങി. ഇവിടെ ഞങ്ങൾക്കെതിരായി കേസ് നിന്ന ഒരു മാന്യ സഹോദരൻ ഒരു ദിവസം വന്നിട്ട് ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം. അതിന് 2-3 ദിവസത്തിന് കേസ് തീർന്നു. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി. രാത്രിയായപ്പോ ഞങ്ങളുടെ കിച്ചണില് കുറെ ചർച്ചിലെ വിശ്വാസികൾ വന്ന്, ഞാൻ എല്ലാം ചായയൊക്കെ കൊടുത്ത് ഗ്ലാസ് എല്ലാം ഇങ്ങനെ എല്ലാം അടുക്കി വെച്ചേക്കാണ്. രാത്രിയായപ്പോ കിച്ചണിനകത്ത് സെപ്പറേറ്റ് ആണ്, കാരണം ഞങ്ങൾ താമസിക്കുന്ന എവിടെയെന്ന് പുറത്തുനിന്ന് ആര് നോക്കിയാലും അറിയത്തില്ല. വലിയൊരു ഷെഡ്, 500 പേര് ഇരിക്കത്തക്ക ഒരു ഷെഡ്. അതിന്റെ സൈഡിൽ ഒരു കൊച്ചു മുറിക്കകത്താണ് താമസിക്കുന്നത്. ഒരു കൊച്ചു ബാത്റൂം, പിന്നെ 1-2 ഓഫീസ്, അങ്ങനെ 1-2 മുറി, ഒരു കിച്ചൺ പുറത്താണ്. അപ്പൊ അതിനും താക്കോലും താഴുമൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ജനലിൽ കൂടെ ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചാരാത്ത്. എന്റെ കുഞ്ഞു പൈതങ്ങളാണ്. മോന് 10 വയസ്സേ ഉള്ളൂ, മോക്ക് 12 വയസ്സ്, അതിന്റെ ഇളയാണ്. 3 പേരും കരയാൻ തുടങ്ങി. അമ്മ, നമ്മൾ വീട്ടിനകത്ത് മങ്കി വന്നു എല്ലാം തട്ടിയിട്ടു, നമ്മളെ വീട്ടിൽ മങ്കി വന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി, ഞങ്ങളുടെ ഈ ഹാളിനകത്ത്, ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിനകത്ത് ആരോ കയറി കഴിഞ്ഞു. ഞങ്ങള് ഒരു കാര്യം ചെയ്യും, ഞാൻ പുസ്തകത്തിന് ഒന്നും മിണ്ടണ്ട, അതങ്ങ് പൊക്കോളും, നിങ്ങൾ ഒന്നും മിണ്ടല്ലേ, കണ്ണടച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി. എന്നിട്ട് ഞാൻ ഫാസ്റ്റിനകത്ത് പുറത്തുനിന്ന് പൂട്ടി, പിള്ളേരെ ഫാസ്റ്റിനകത്തിട്ട് പൂട്ടിയിട്ട് ഞാൻ പതുക്കെ ഹാളിലോട്ട് ഇറങ്ങി. ചുറ്റുപാടൊന്നും ആരെയും കണ്ടില്ല, ഭയങ്കര ഇരുട്ട്. രാത്രി 1 മണിയായി കാണും. പതുക്കെ കിച്ചണിലേക്ക് ഞാൻ ആ ലോക്ക് തുറന്നു നോക്കിയപ്പോ അവിടെ മൊത്തം കണ്ണാടി ഗ്ലാസ്സുകളെല്ലാം പൊട്ടിച്ചെതറി കിടക്കുകയാണ്. കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. തിരിച്ച് ലോക്കിട്ടു. ഞാൻ പെട്ടെന്ന് അകത്ത് കയറി. ഞങ്ങൾ മിണ്ടാതിരുന്നു. ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രിയായപ്പോ താഴെ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ താഴെയായിട്ട് ഒരു ജംഗ്ഷനാണ്, ടോൾ ജംഗ്ഷൻ എന്ന് പറയും. അവിടെ വലിയൊരു ബോർഡ് വെച്ചിരുന്നു. അത് ലോറിയോ JCB എന്തോ കൊണ്ടുവന്ന് അതിനെ വലിച്ചിളക്കി അത് മറിച്ചിട്ടുണ്ട്. പത്രത്തിലൊക്കെ വന്ന ന്യൂസാണിത്. ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും വന്നതാണ്. ഉടനെ രാവിലെ ആയപ്പം SI വന്നിട്ട്, അപ്പൊ ഞാൻ താഴോട്ടിറങ്ങി വിശ്വാസികൾ വന്നു. അപ്പൊ രാവിലെ തന്നെ ഒരു വിശ്വാസി വന്നിട്ട് പറഞ്ഞു, അവിടെ ബോർഡ് അടിച്ച് പൊട്ടിച്ചിട്ടു. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ കതവ് തുറന്നു വെളിയിലിറങ്ങി കിച്ചൺ ചെന്ന് നോക്കി. എല്ലാം തകർന്നു കിടക്കുകയാണ്. ബോർഡ് ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചിട്ടേക്കാണ്. കോൺക്രീറ്റിൽ ചെയ്തു വെച്ചിരുന്ന വലിയൊരു ബോർഡായിരുന്നു. അപ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. പോലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒരു പരാതിക്കും പോയില്ല. ഞങ്ങൾ പരാതി കൊടുക്കാൻ പോയില്ല. അന്ന് തന്നെ ഈ ചുള്ളിമാലി ജംഗ്ഷനിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഇതിന് മെയിൻ ആയിട്ട് നിന്നാണ് ഈ ഷിബു എന്നായിരുന്നു അന്നത്തെ SIയുടെ പേര്. പുള്ളി എന്തോ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർത്തു. ആ ഒരു മനുഷ്യൻ അവരെയൊക്കെ പിടിക്കുന്നു, ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ താഴത്തെ ആ മുസ്ലിം സഹോദരൻ ഇവിടെ കയറി വന്നു. അദ്ദേഹത്തിന്റെ മകനാണ് സ്റ്റേഷനിലേക്ക് പോയത്. അദ്ദേഹം ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഓഡിറ്റോറിയവും കാര്യമൊക്കെ ഉണ്ട്, വലിയ സമ്പന്നനാണ് ദേശത്ത്. ഇന്നല്ല, അന്നായിരുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, സഹോദരി എനിക്കൊരു കാര്യം പറയണം. അപ്പൊ പാസ്റ്റർ ഇല്ല, പുറത്ത് പ്രാർത്ഥനയ്ക്ക് പോയിരിക്കണം. ഞാൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യും, ചർച്ചിനകത്തോട്ട് കയറിയിരിക്കുന്നു. കാരണം എന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, ഈ മനുഷ്യൻ പുറത്ത് നിന്ന് സംസാരിക്കുന്നതിനേക്കാളും എന്റെ ചർച്ചിനകത്ത് എന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതിന് നല്ലത്. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഹോദരി ക്ഷമിക്കണം, ഞാനല്ല ഇതിന്റെ പിന്നിലൊന്നും,
വേറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വന്ന ആൾക്കാരെ കൊണ്ടാണ് മാസ് പെറ്റിഷൻ. എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒപ്പിടണമല്ലോ. മാസ് പെറ്റിഷൻ എഴുതിയതിന്റെ മെയിൻ ഉത്തരവാദിത്വം പുള്ളിക്കാണ്. പക്ഷെ പുള്ളി വന്ന് ക്ഷമ പറഞ്ഞു. പക്ഷെ ആരൊക്കെ ദൈവസഭയ്ക്കെതിരായി, ദൈവ മക്കൾക്ക്, ദൈവദാസനെതിരായി ചെയ്തോ, തൊട്ടോ, ചലിച്ചോ, ദൈവം എല്ലാവരെയും തുടച്ചു കളഞ്ഞു. ഈ ടോൾ ജംഗ്ഷനിൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ ഒരാൾ രോഗമായിട്ട് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ആശുപത്രിയിൽ എന്തിനു പോകണം, മുകളിലൊരു പ്രവാചകനുണ്ട്, പുള്ളിയുടെ അടുത്ത് പോവുക. കാരണം മൊത്തം മുസ്ലിംസ് ആണ്, അവരങ്ങനെയല്ലേ പറയുള്ളൂ. നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ മുകളിൽ ആ പ്രവാചകന്റെ അടുത്ത് പോകും, ആ സ്വർഗീയ കൂടാരത്തിൽ പോകും. ഇന്ന് നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്നിട്ട് സ്വർഗീയ കൂടാരം എന്ന് വെച്ചാൽ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ അറിയാം. ഇന്ന് പാലോട് ചെന്നിട്ട് ചോദിക്കണം, സ്വർഗീയ ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്, എവിടെയാണ് സ്വർഗീയ കൂടാരം, അവർ കറക്റ്റ് ആയിട്ട് പറയും. വിതുരയിൽ ചെന്നിട്ട് ചോദിച്ചാൽ അവര് പറഞ്ഞു കൊടുക്കും, സ്വർഗീയ കൂടാരമാണോ, അത് ചുള്ളിമാനൂരാണ്. ഒരു അസുഖമുണ്ടോ, ഒരു പിശാചിനാൽ ബാധിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? എനിക്ക് വേറൊരു അനുഭവം പറയാനുള്ളത്, ഇത്രയും പ്രശ്നം ഉണ്ടായി, പോലീസ് ഞങ്ങൾക്കെതിരായി, എല്ലാവരും ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു 2-3 കിലോമീറ്റർ, ഇന്ന് അവർ ഞങ്ങളുടെ ലീഡറാണ്, ലീഡർഷിപ്പിലുള്ള ഒരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് വർക്കല ഒരു കൺവെൻഷൻ ഉണ്ട്. കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പോലീസാണ് ഞങ്ങളെ വിളിക്കുന്നത് വലിയമല സ്റ്റേഷനിൽ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ദൈവമേ വീണ്ടും ഞങ്ങൾക്ക് കേസാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താണ് സാറേ, എന്താണ് വിഷയം? അത് നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ വർക്കലയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ്, ഈ രാത്രിയായില്ലേ, എന്താണ്? അത് ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ നിൽക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്നപ്പം വലിയമല എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പനത്തോടിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകൊച്ചിന് രാത്രി ഭൂതമിളകി നാട് മൊത്തം കിടന്നോടുകയാണ്. അവസാനം പോലീസ് എല്ലാം കൂടെ പിടിച്ചു കെട്ടി ഇവിടെ വന്നിരിക്കുകയാണ്. താഴെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച ആ സ്റ്റേഷനിൽ നിന്ന്. അവരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, അവരധികാരികളാണ്, അവർക്ക് ചെയ്യേണ്ടത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അവരൊന്നും പറയുന്നതല്ല, ഞങ്ങൾ അവരെല്ലാം സ്നേഹിക്കുന്നു. അപ്പൊ പോലീസ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ദർശനം കണ്ടതുപോലെ ദൈവം ഞങ്ങളുടെ ഓരോ ദർശനങ്ങളെ സ്ഥാപിച്ചു. ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ താഴ്കുഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വസ്തു വാങ്ങിയത്. അവിടെ നിന്ന് പില്ലർ പണിതാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ വരുമ്പോൾ അടിയിൽ പില്ലറാണ്. അപ്പൊ ഫസ്റ്റ് ആരാധന ഷെഡിൽ നിന്ന് മാറി ഞങ്ങൾ പില്ലർ വെച്ച് ആ ബിൽഡിങ്ങിലേക്ക് പോയി. ആ പില്ലറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് പറച്ചുകൊണ്ടിരിക്കുന്നു പോലീസ്. കാരണം ഈ പെൺകൊച്ചങ്ങ് ഇളകി മറിയുന്നു, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. പാസിനെ കണ്ടപ്പം പാസിന്റെ കാലിൽ വീഴുന്നു, ഞങ്ങളെ തൊഴുന്നു, ഞാൻ പോകാമെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് പോലീസ് ഇങ്ങനെ വിറച്ചോണ്ട് നിന്നു, ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ബ്രദർ പേടിക്കൊന്നും വേണ്ട, സാറ് പേടിക്കണ്ട, ഇതങ്ങ് മാറും, പേടിക്കാൻ ഒന്നുമില്ല. പേടിയാണെങ്കിൽ അല്പം മുകളിലോട്ട് ചെന്ന് നിന്നോ. ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ പുള്ളിക്ക് ഇരുട്ടത്ത് അങ്ങോട്ട് പോകാനും പേടിയാണ്, പുള്ളിക്ക് എങ്ങോട്ടും പോകാൻ പേടി. അവസാനം ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ രാത്രി ജനം കാണുക, ദേശം ഇളകി വന്ന് ദേശം കാണുക, ആ കുഞ്ഞിനെ അത്ഭുതമായി ദൈവം വിടുവിച്ചു. അവർ കുടുംബമായിട്ട് ഇന്ന് ഞങ്ങളുടെ ലീഡേഴ്സിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഫാമിലി ആയിത്തീരുന്നു. അങ്ങനെ ദൈവം ഓരോ കുടുംബങ്ങളെ ദേശത്തെ പണിയാൻ തുടങ്ങി. കുടുംബമായിട്ട് ആത്മാക്കൾ കടന്നു വരാൻ തുടങ്ങി. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടല്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടല്ല, ഞങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറയാൻ തുടങ്ങി. പ്രവർത്തനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ മെസ്സഞ്ചർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മെസ്സേജ് കൊടുക്കാൻ തുടങ്ങി. ആത്മാക്കൾ വിതുര നിന്ന്, പാലോട്, ഇങ്ങനെ വർക്കല, പല ദേശങ്ങളിൽ നിന്ന് ആത്മാക്കൾ കടന്നു വരാൻ തുടങ്ങി. അവിടെയായിട്ട് ബ്രാഞ്ച് ചർച്ചുകളെ ഞങ്ങൾ സ്ഥാപിച്ച് ലീഡേഴ്സിനെ അവിടെ പാസ്റ്റേഴ്സ് ആക്കി. അങ്ങനെ മിനിസ്ട്രി വൈൽഡ് ആകാൻ തുടങ്ങി. ദൈവം അന്ന് ദർശനം തന്നതുപോലെ തന്നെ പില്ലർ കൊണ്ടുള്ള, അന്ന് തന്ന ദർശനം 21 പില്ലറുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പില്ലറുള്ള കെട്ടിടം ഞാൻ കാണുന്നത് വർഷങ്ങൾ കഴിഞ്ഞ് 2012 ഫസ്റ്റ് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഞാൻ പാർക്കിംഗ് സ്ഥലം കാണുകയാണ് ഷാർജയില്. അത് പില്ലറുള്ള കെട്ടിടം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ കെട്ടിടമാണ് ഞാൻ കണ്ടത്. ദൈവം അതുപോലെ പില്ലറുള്ള കെട്ടിടം ദൈവം പണിതുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ മെയിൻ ബിൽഡിങ്, മെയിൻ ചർച്ചും ഇപ്പം ഒരു പകുതി പണി കഴിഞ്ഞു. ദൈവം ദർശനം തന്നു, ഒന്നുമില്ലായ്മ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പട്ടപൂജ്യമായിരുന്നു ഞങ്ങള്, ഒന്നുമല്ലായിരുന്നു. ഒരു ഗ്ലാസ് നല്ല വെള്ളം പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കൊടുക്കാൻ സാഹചര്യമുള്ളവരായിരുന്നില്ല. പക്ഷെ ദൈവമാണോ നിങ്ങൾക്ക് ദർശനം തന്നത്? ദർശനത്തിനൊത്തതെല്ലാം ദൈവം യോജിപ്പിക്കും. എന്നെ കേൾക്കുന്ന ഒരു യൗവനക്കാരി കുഞ്ഞായിരിക്കാം, മോളെ നീ പറയുകയായിരിക്കും ഒരു പക്ഷേ, യേശുപ്പ എനിക്ക് ദർശനം തന്നു, എനിക്ക് അടുത്ത് എങ്ങനെയാകണമെന്ന് അറിയത്തില്ല. ദർശനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദർശനത്തിനൊത്ത സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തരും. ഞാൻ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ, കർത്താവിന്റെ വചനം പറയുന്നില്ലേ,
ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ഒരു ദൈവമാണ്. ഈ കഴിഞ്ഞ ദിവസമായിട്ട് ദൈവം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചുകൊണ്ട് എന്തെങ്കിലും യാചിപ്പീൻ, അത് നിങ്ങൾക്ക് ചെയ്തു തരും. നാം കർത്താവിലും കർത്താവിന്റെ വചനം നമ്മിലും വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും, ഇന്നതൊന്നില്ല, എന്ത് യാചിച്ചാലും കർത്താവ് നമുക്ക് ചെയ്തു തരും. അപ്പോ ആ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ച ആ ദൈവം വിശ്വസ്തനാണ്. നമ്മെ ഒരിക്കലും ദൈവം മറന്നു കളയത്തില്ല. നാം കർത്താവിന്റെ മുൻപിൽ വിശ്വസ്തയോടെ കർത്താവ് എന്ത് പറയുന്നോ, കർത്താവ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നാം ആ കോളിങ്ങിനകത്ത്, ദൈവത്തിന്റെ വിളിക്കകത്ത്, എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു, ഇപ്പോഴും ആഗ്രഹമാണ് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ദൈവം നമ്മളെ വിളിച്ച് ആക്കി ആ വിളിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ ആ വിളിക്കകത്ത് വേണ്ടിയതെല്ലാം ദൈവം ഒരുക്കി തരും. ദൈവം നിങ്ങളെ വിളിച്ചു, ദൈവം വിളിച്ചത് കൊണ്ടാണല്ലോ കർത്താവിനെ അറിഞ്ഞത്. ആ വിളിക്കകത്ത് നിങ്ങൾക്കുള്ള സകല നന്മകളുണ്ട്, നിങ്ങളുടെ തലമുറകൾക്കുള്ള നന്മകളുണ്ട്. ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത്രയും പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് പഠിക്കാൻ കഴിവുണ്ടായിരുന്നു, പക്ഷെ എന്റെ കഷ്ടപ്പാടുകൊണ്ട് ഞാൻ പിന്നെ ചിന്തിക്കുമായിരുന്നു, ഇപ്പൊ നഴ്സിംഗ് പോകേണ്ടതായിരുന്നു അല്ലേ, അല്ലെങ്കിൽ മെഡിസിൻ ഒന്ന് പഠിക്കേണ്ടതായിരുന്നു. എനിക്ക് ആഗ്രഹം തുടങ്ങി. ഞാൻ കഴിയില്ലെങ്കിലും പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. മൂത്തയാള് ഡെന്റൽ ഡോക്ടറാണ്, മോളെ വിവാഹം കഴിഞ്ഞു, അവളെ ഒരു ഡോക്ടറാണ് വിവാഹം കഴിച്ചത്, ഒരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ മോൻ BSW കഴിഞ്ഞു, അവൻ കർത്താവിന്റെ വേലയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ഇളയ മോള് ഡൽഹിയിലാണ്, ജോലിയുണ്ട്, ചെറിയൊരു ജോലി. ഇപ്പോ വിസ്താര എയർലൈൻസില് എയർ ഹോസ്റ്റസ് ആയിട്ട് അവളും ക്യാബിൻ ക്രൂ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. BA ഫിനാൻസ് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുകയും ചെയ്യണം. അപ്പൊ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ എത്തുവന്നോ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ വിളിക്കകത്ത് നിന്നതുകൊണ്ട്, ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം നിന്നതുകൊണ്ട്, കർത്താവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് കർത്താവ് മാനിക്കുവാനിടയായി. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കർത്താവിനെ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും, അത് ഉറപ്പാണ്. അതിന്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോ ഈ കുഞ്ഞുങ്ങളൊന്നല്ലാതെ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് എല്ലാം ആയിരുന്നത് കൊണ്ട് എന്റെ കർത്താവ് എല്ലാം തരുവാനിടയായി തീർന്നു. നമ്മൾ കർത്താവിനെ വിട്ട് വചനം പറയുന്നത് പോലെ പിണ്ടാകാരമായിരുന്നപ്പോ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 18 എനിക്കൊരു വിഷയം കർത്താവ് തന്നു. ഞാനത് യൂട്യൂബിൽ ലൈവ് അതൊരു മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിലിങ്ങനെയാണ്, കർത്താവിന്റെ ദയനീയമായ ഒരു കണ്ണ്, നിറഞ്ഞ കണ്ണ്, കർത്താവിന്റെ കണ്ണ് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയാൽ ആ കണ്ണ് ഇങ്ങനെ ഇങ്ങോട്ട് വരും. എനിക്ക് വരയ്ക്കാൻ കഴിയും ആ കണ്ണിനെ. ഹൃദയത്തിന്റെ ആ നിഷ്കളങ്കതും മനസ്സിലാക്കുന്ന ഒരു കണ്ണ്, എനിക്ക് വർണ്ണിക്കാൻ പറ്റാത്തൊരു കണ്ണ്. അപ്പൊ കർത്താവിന്റെ കണ്ണ് നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും വചനം പറയും പോലെ, സ്വർഗത്തിൽ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാൽ അവിടെ ഉണ്ട് ദൈവത്തിന്റെ കണ്ണ്. സമുദ്രത്തിന്റെ അടിയിൽ ചെന്ന് பார்ത്താൽ അവിടെ ഉണ്ട് കണ്ണ്. നമ്മൾ എവിടെയാണോ അവിടെ ഉണ്ട് കണ്ണ്. ഹാഗാർ യജമാനത്തെ വിട്ട് ഓടിപ്പോയി, മറഞ്ഞു നിന്നു, അവിടെ പോയി ദൈവത്തിന്റെ കണ്ണ്. എവിടെയൊക്കെ നമ്മൾ പോകുന്നോ, ഏത് സ്ഥാനത്തായിരിക്കുന്നോ, ഏത് രാജ്യത്തിലായിരിക്കുന്നോ, ഏത് സ്റ്റേറ്റിലായിരിക്കുന്നോ, എന്ത് വിഷയത്തിന്റെ മധ്യത്തിലായിരിക്കുന്നോ, ദൈവത്തിന്റെ കണ്ണ് നിങ്ങളെ കാണുന്നുണ്ട്. ആ കണ്ണ് അനുകമ്പാർദ്രമായ, സ്നേഹാർദ്രമായ, മകനെ മകളെ എന്ന് വിളിക്കുന്ന, നമ്മെ മാറോട് ചേർക്കുന്ന, നമ്മൾ ഒരിക്കലും മറക്കാത്ത, ഉപേക്ഷിക്കാത്ത വിശ്വസ്തനായ ഒരു കണ്ണാണ് ആ കർത്താവിന്റെ കണ്ണ്. ആ കണ്ണ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ? വചനം പറയുന്ന, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിങ്ങളെ കണ്ടിരിക്കുന്നു. ആ കണ്ണ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ആ കണ്ണ് നിങ്ങളെ അനുഗ്രഹിക്കും. ആ കണ്ണ് നിങ്ങൾ എപ്പോ പ്രതിസന്ധി ആയിരിക്കാം, വേദന ആയിരിക്കാം, പ്രശ്നമായിരിക്കാം, കർത്താവിന് വേണ്ടി നിൽക്ക്. കർത്താവ് പറയുന്നിടത്ത് നിൽക്ക്. കർത്താവ് പറയുന്നത് പോലെ ചെയ്യ്. കർത്താവിന്റെ ഇഷ്ടം അനുസരിക്ക്. കർത്താവിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ട് മാറ്. കർത്താവ് മാനിക്കും, കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞല്ലോ, മിനിസ്ട്രിയിൽ ദൈവം ഇങ്ങനെ കൊണ്ടുവന്നു, ദൈവത്താൽ വന്നു, ദൈവത്താൽ സംഭവിച്ചു. എല്ലാം ദൈവത്താൽ അല്ലാതെ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ, ഞങ്ങളുടെ എന്ത് പണം കൊണ്ടോ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ, മഹിമ കൊണ്ടോ ഒന്നുമല്ല. കർത്താവ് ഇതുവരെ കൊണ്ടുവന്നു, കർത്താവ് നടത്തി, കർത്താവ് ഞങ്ങളെ പുലർത്തി. ഒന്നിനും കുറവില്ല. 28 വീട്, ഒരു മാസം ഞങ്ങൾ താമസിച്ച വീടുണ്ട്. മാറി മാറി വാടകയ്ക്ക് താമസിച്ചു. അവസാനം നല്ലൊരു ടൈലിട്ട വീട്ടിൽ താമസിച്ചപ്പോ ഞാൻ കരയാൻ തുടങ്ങി. അവർ 1 മാസം താമസിപ്പിച്ചോളൂ, ഇറങ്ങാൻ പറഞ്ഞു. ഒറ്റ കുറ്റേ ഉള്ളൂ, പാട്ടുപാടി പ്രാർത്ഥിച്ചു.
ആ ഒറ്റ കുറ്റത്താൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങത്തില്ല, പാസ്റ്റർ എല്ലാ സാധനവും വാരിക്കെട്ടി. ഞാൻ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂല, കാരണം ഞാനൊരു നല്ല വാടക വീട്ടിൽ താമസിക്കുന്ന ആ വീടാണ്. ഞാൻ ഒത്തിരി ഈ ഇടയ്ക്ക് എന്റെ മക്കൾ പറഞ്ഞു അമ്മ കരഞ്ഞത് ഓർമ്മയുണ്ടോ? പക്ഷെ അതിനേക്കാളും മനോഹരമായ, അതിനേക്കാളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മാന്യമായ ഭവനം കർത്താവ് തന്നു. ഒരു 100 പേര് വന്നാലും ഇതിനകത്ത് താമസിക്കാം, അതിനുള്ള ക്രമീകരണമുള്ള ഒരു ഭവനം ദൈവം തന്നു. 10,000 പേർക്ക് പുറത്തിരുന്ന് ആരാധിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ആരാധനാ ഹാള് ദൈവം തന്നു. എല്ലാം കർത്താവ് തന്നു. കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ പ്രത്യേകിച്ച് വന്ദനം അറിയുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന് നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെ അനേകരുടെ സാക്ഷ്യം, എന്റെ സാക്ഷ്യമൊന്നല്ല, അനേകരുടെ സാക്ഷ്യം പുറത്തു കൊണ്ടുവരാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ആരോമ ടിവിയിലൂടെയാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു ബ്രദറിന്റെ സാക്ഷ്യം കേട്ടു. എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യിപ്പിച്ചു. കാരണം കർത്താവെ, ഈ ഒരു മിനിസ്ട്രി മുഖാന്തരം ഇങ്ങനെ എത്ര പേര് പുറത്തറിയുന്നു, എത്ര ഇങ്ങനെയുള്ളവരൊന്നും പുറത്തറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ ദേവദാസിനെ കാണുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള അനേക പേരുടെ സാക്ഷ്യം അനേകർക്ക് ശക്തി നൽകും. അനേക മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുണ്ട്, ഫുൾ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ, ഞാനത് ഫേസ്ബുക്കിൽ കൂടെയാണ് അത് കണ്ടത്. അപ്പൊ അവരൊരു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരൻ, അത് ശ്രദ്ധിക്കും. അങ്ങനെ ഈ മിനിസ്ട്രി മറ്റു ഇതര അനുഭവങ്ങളുള്ളവര് ഇങ്ങനെ കാണുമ്പോൾ ഒരുപക്ഷെ അവർക്കൊരു മൈക്കിൽ കൂടെ അവരുടെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ മിനിസ്ട്രിയിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ അവരുടെ സാക്ഷ്യം അനേകർക്ക് വിശ്വാസവും, ഇങ്ങനെ ഒരു ദൈവത്തെ ടേസ്റ്റ് ചെയ്യാനുള്ള അനുഭവമായി അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായി തീരുവാൻ ആരോമ ടിവിയെയും അതുപോലെ ഇതിന്റെ ഇത് നടത്തിക്കുന്ന എല്ലാ വർക്കേഴ്സിനെയും, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെയും ദൈവ പ്രവർത്തനങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രി ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ടേ ഇരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്ലെസ് യു, ബ്ലെസ് യു. വളരെ അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മകളും കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ ശോഭൻ രാജിലൂടെ പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതായ ആ ഒരു ബോധ്യം ദൈവം ഹൃദയത്തില് പകർന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തികഞ്ഞ മദ്യപാനിയായ ഒരു പിതാവ്, ആസ്മാരോഗിയായ മാതാവ്, ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങള് ചുമതല ഉള്ള ഒരു വ്യക്തിക്ക് ആ ഒരു നിലയിൽ ഒരു പക്ഷെങ്കിൽ മാനുഷികമായി നോക്കിയാൽ ഇന്ന് ഈ സാക്ഷ്യം പറയുവാൻ ഒരു പക്ഷെങ്കിൽ കഴിയുമായിരുന്നില്ല. എന്നാൽ ക്രൂസിലെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം ആ ഭവനത്തിൽ ഇറങ്ങി വരുവാനും കർത്താവിന്റെ ദാസിയെ ദൈവത്തിന്റെ ആ പ്രത്യേക തിരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവം തിരഞ്ഞെടുക്കുവാനും ഇടയായി തീർന്നു. ചില പ്രതീക്ഷകള് നമ്മുടെ ഉണ്ടല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ട് ചില പ്രതീക്ഷകൾ. അത് മാനുഷികമാണ്, അത് താൽക്കാലികമാണ്. എന്നാൽ ദൈവത്തിന്റെ ആ ഒരു പദ്ധതിയോടുകൂടി നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവഹിതത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മൾ അറിയാത്ത, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിലേക്ക് നമുക്ക് കയറി വരുവാൻ ഇടയായിത്തീരും. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങളും ആണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിന് ഒരു ലിമിറ്റേഷനുണ്ട്. കാരണം അത് മാനുഷിക ബുദ്ധിക്കും മാനുഷിക സംവിധാനങ്ങൾക്കും അനുസരിച്ച് മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യും, മുന്നോട്ട് പോകുവാൻ ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മുൻപിൽ വാതിലുകൾ തുറന്നു വരിക. ചില സന്ദർഭങ്ങളൊക്കെ തോന്നും, കർത്താവേ, അങ്ങ് ഇങ്ങനെ അല്ലല്ലോ എൻ്റെ ജീവിതത്തില് പറഞ്ഞത്, എന്നെ വിളിച്ച ഇതിനൊന്നും അല്ലല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മുന്നോട്ട് പോകാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല. വേറെ ട്രാക്കാണ്, വേറെ റൂട്ടാണ്. അവിടോട്ട് നമ്മൾ തിരിയണമെങ്കിൽ ഇവിടെ അടച്ചേ പറ്റത്തുള്ളൂ.
പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലുകളുടെ മുൻപാകെ നിന്ന് മുട്ടുകയാണ്. തുറന്ന വാതിൽ ദൈവം മറു സൈഡിൽ ഒരുക്കിയിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിയുവാൻ മനസ്സില്ലാതെ പലപ്പോഴും അടഞ്ഞ വാതിലുകളുടെ മുൻപിൽ നിന്ന് കരയുന്ന, നിലവിളിക്കുന്ന, പിറുപിറുക്കുന്ന, ദുഷിക്കുന്ന, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുന്ന ഒരുപാട് പേരിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എൻ്റെ മുൻപിൽ ഈ വാതിൽ അടഞ്ഞു? അത് മാനുഷികമാണ്, അത് ദൈവീയമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വഴികളിലേക്ക്, കാരണം ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം തന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുന്നില്ല. മാനുഷികമായ വഴികളിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ദൈവത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് മാനുഷികമായ വഴികൾ നമ്മുടെ മുൻപാകെ ദൈവം അടയ്ക്കുമ്പോൾ അവിടെ നിന്ന് കരയുകയല്ല, പകരം ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മൾ തിരിയുവാൻ തയ്യാറാകും. സ്തോത്രം. നാം തിരിയുമ്പോൾ നമ്മുടെ മുൻപാകെ ദൈവം ഒത്തിരി സാധ്യതകൾ, ഒരുപാട് ദൈവീയ പദ്ധതികള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനിടയായിത്തീരും. ഞാൻ കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം ആ നിലയിൽ ഉപയോഗിക്കുന്നു. കർത്താവ് അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തു. മാനുഷികമായി നോക്കിയാൽ അസാധ്യമായ പല സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, ജീവിതത്തിലെ അനുഭവങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ അസാധ്യതകളുടെ മുൻപാകെ സാധ്യതകളെ തുറന്നു തന്ന് ദൈവം കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ ദാസനെയും ദാസിയെയും 3 കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവസഭയെയും ആ ദേശത്ത് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്കും ആമേനെ ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടാകാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ സഹോദരിക്ക് ഇതൊക്കെ പറ്റി, എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല? എന്നെ കർത്താവല്ലേ വിളിച്ചത്? അതെ, നിങ്ങളെ കർത്താവാണ് വിളിച്ചത്, പക്ഷെ എന്തുകൊണ്ട് കഴിയുന്നില്ല? അതെ, ആ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളിൽ തന്നെയുണ്ട്. കർത്താവ് നിങ്ങളുടെ മുൻപാകെ തുറന്ന വാതിൽ നിങ്ങൾ കണ്ടെത്തുവാനോ അവിടേക്ക് തിരിയുവാനോ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇപ്പോഴും അടഞ്ഞ വാതിലിന്റെ മുൻപാകെ നിൽക്കുന്നത്. ഒരുപക്ഷെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെക്കുറിച്ച്, അല്ലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, അല്ലെ ആത്മീയ മണ്ഡലത്തെക്കുറിച്ച് ഒരുപാട് പേര് പറയാറുണ്ട്, എനിക്ക് ആത്മാഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എങ്കിൽ അത് പേര് പോലെ തന്നെയാണ്. പരിശുദ്ധമായ ഒരിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനും ഇറങ്ങുവാനും കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പല അശുദ്ധികളും പോരായ്മകളും കർത്താവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കർത്താവ് എടുത്ത് കളയത്തില്ല. കാരണം കർത്താവല്ല അശുദ്ധി അകത്ത് കൊണ്ടുവന്നത്, അത് നമ്മൾ തന്നെ കൊണ്ടുവന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ക്രമീകരണങ്ങൾ നാം വരുത്തുമ്പോൾ മാത്രമേ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മിലേക്ക് പ്രവേശിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ, കുറവുകൾ, പാപങ്ങൾ എല്ലാം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിന്റെ മുൻപാകെ ഏറ്റു പറയണം, അനുദപിക്കണം, കരയണം. ആ ക്രൂശിലെ രക്തം കൊണ്ട് കഴുകി നമ്മുടെ പാപം, കടുംചുവപ്പായിരിക്കുന്ന ആ അനുഭവത്തിലുള്ള പാപക്കറകളെല്ലാം കഴുകി അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള ആ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി, ആ വചനം കൊണ്ട് നാം ആത്മീയ ജീവൻ പ്രാപിച്ച്, ഉണർവ് പ്രാപിച്ച് ദൈവസന്നദ്ധയിൽ ക്രമീകരണങ്ങൾ വരുത്തുമ്പോൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പലപ്പോഴും നാം മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കടപ്പാടുകളുണ്ട്, മനുഷ്യനോട് ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്, ക്ഷമിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. അവരോടൊക്കെ പോയി ക്ഷമ പറയണം. അത് സാരമില്ല പോട്ടെ എന്ന്, അങ്ങനല്ല, അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെയാ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതിന് മുൻപേ വ്യക്തിയോട് തന്നെ നമ്മൾ ക്ഷമ ചോദിച്ച് ക്രമീകരണം പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന ക്രമീകരണങ്ങൾ, തെറ്റുകൾ നാം തിരുത്തി കഴിയുമ്പോൾ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അവരോടുകൂടെ മാത്രമേ ദൈവം നിൽക്കത്തുള്ളൂ. അവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞത്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമാണ്. ദൈവം നിങ്ങൾക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ
അത് ഈ ആയുസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് വെളിപ്പെടുത്തണം. അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഒരിക്കലും ആരെയും തേടി വരികയല്ല. ദൈവം നമ്മുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന ആ വാതിലുകളിലൂടെ നമ്മൾ മുന്നോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഇണങ്ങിയ ഒരു ആയുധമായി, ഒരു ഉപകരണമായി അങ്ങനെ ഉപയോഗിക്കണമേ, അങ്ങയുടെ കരങ്ങളിൽ അടിയനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകൾ, തെറ്റുകൾ, പാപങ്ങൾ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പോരായ്മകളും മനുഷ്യനോടും ദൈവത്തോടും ക്രമീകരണം പ്രാപിക്കുമ്പോൾ ആ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ, നിറഞ്ഞു വരുവാൻ ഇടയായിത്തീരും. അതിനാൽ നാം ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാ. സ്തോത്രം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുണ്ട്, കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കും, അങ്ങനോട് സംസാരിക്കണമേ. ഇന്ന് കേട്ട ഈ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ കർത്താവേ, എന്നിലൂടെ അത് വെളിപ്പെട്ടു വരുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കും, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ തോന്നുന്നു. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടിയും കർത്താവിന്റെ ആശീസ് ഷീജ സിസ്റ്റർ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. യേശുപ്പ, ആരോമ ടിവിയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി, ഓരോ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളായിരിക്കുന്ന സാഹചര്യം ഏതായിരുന്നാലും കർത്താവെ, അവരുടെ മുൻപിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിരുന്നാലും സകല പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാനുള്ള ക്രിസ്തുവിന്റെ അടുക്കലാണ് അവരായിരിക്കുന്നത്. യേശുപ്പ, ഇന്ന് അവർ ഏതൊക്കെ വേദനയിലാണോ, ഒരുപക്ഷെ രോഗത്തിലായിരിക്കാം, അങ്ങയുടെ വചനം പറയുന്നു അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ആമേൻ, സ്തോത്രം. പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരിക്കാം, കാരണം നാളെ എന്താകുമെന്നുള്ള ചിന്തയിലായിരിക്കാം, ഒരുപക്ഷെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിലായിരിക്കാം. ഞങ്ങൾക്കറിയാം കർത്താവെ, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ആമേൻ, ദുർഘടങ്ങളെല്ലാം സമഭൂമിയായി തീരും. താമ്ര കഥകുകളെല്ലാം ഞങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടും. ആമേൻ, ഇരുമ്പോടാമ്പലായിട്ട് പൂട്ടിയതായിരുന്നാലും അത് കർത്താവിന്റെ മുൻപിൽ ഖണ്ഡിക്കപ്പെടും. നിന്റെ മക്കൾക്ക് മുൻപായിട്ട് ആമേൻ, ഹാളിൽ എല്ലാ വഴികളും തുറക്കണമേ. അവരുടെ വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യണമേ. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ അഭിഷിക്തന്റെ ആമേൻ ആ വിഷനെ ദൈവം ബ്ലെസ് ചെയ്യണമേ കർത്താവെ. അനേകർക്ക് ആമേൻ, സ്തോത്രം, ഇതൊരു ആശ്വാസമായി തീരട്ടെ, ഈ മിനിസ്ട്രി ഒരു ആശ്വാസമായി തീരട്ടെ കർത്താവെ. ഈ ശബ്ദം ശ്രമിക്കുന്ന നിന്റെ മക്കളുടെ എല്ലാ വിഷയങ്ങൾക്കും അങ്ങ് ശാശ്വതമായ പരിഹാരമായി ഇറങ്ങി വരണമേ. ഞങ്ങളുടെ എല്ലാ ഏകാന്തതയിലും, ഞങ്ങളുടെ ഏത് ഏകാന്തതയുടെ അനുഭവത്തിലും, ഞങ്ങളുടെ ഏത് കണ്ണുനീരിന്റെ അനുഭവത്തിലും ഞങ്ങളെ മാറോട് അണയ്ക്കുവാൻ കഴിവുള്ള ദൈവം, ഞങ്ങൾ ഇരുട്ടറയ്ക്കകത്തായിരുന്നാലും കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെ ആർക്കും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിനകത്തായിരുന്നാലും അവിടെയും ഇറങ്ങുവാനുള്ള ദൈവത്തിന്റെ ദൂതൻ നിന്റെ മക്കൾക്ക് മുൻപിലായി കടന്നു ചെല്ലുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അത്ഭുതമായി തീരട്ടെ. ശുശ്രൂഷ ചെയ്യുന്നവർ, അവരുടെ ശുശ്രൂഷ ഏറ്റവും ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. ഇവരിലൂടെ അനേക അത്ഭുത സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ അപ്പച്ച. ഈ ശബ്ദം കേൾക്കുന്ന ഈ മാന്യ ശ്രോതാവിലൂടെ അങ്ങയുടെ അത്ഭുത സാക്ഷ്യം പുറത്തു വരട്ടെ. അങ്ങയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കാരണം ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കണമേ. യേശുപ്പച്ച, ഞങ്ങളെ കഴിഞ്ഞ നിമിഷം വരെ നടത്തിയ ദൈവം, ഞങ്ങളുടെ ഇന്നലകളിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവം, ഇന്നും നിന്റെ മക്കളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. നാളുകളെ അറിയുന്ന കർത്താവ്, ആ നാളുകളിലും വേണ്ടിയതെല്ലാം കരുതുന്നതിനായി സ്തോത്രം. ഭാവിക്കായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അവരുടെ ഭാവി ഏറ്റവും ബ്ലെസ്സഡ് ആകട്ടെ. ജോലിക്കായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അറിയപ്പെടാത്ത വഴികൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷയുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, കർത്താവെ, ആത്മാക്കളെ കൊണ്ട് നിന്റെ മക്കളെ സമ്പന്നമാക്കണമേ. ആമേൻ. ആകാശത്തിലെ നക്ഷത്രം പോലെ, കടൽപ്പുറത്തെ മണൽ പോലെ അബ്രഹാമിന് മക്കളെ കൊടുക്കാമെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങൾക്ക് ആത്മീക മക്കളെ തരണമേ. ദേശത്തിന്റെ 5 വൻകരയിലും ആമേൻ, ദേശത്തിന്റെ ചുറ്റുപാടുകളിലും ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ. നിന്റെ മക്കളുടെ ശുശ്രൂഷയെ വിശാലമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയുടെ കൃപ നിന്റെ മക്കൾ എല്ലാവരോടും കൂടെ ഇരിക്കണം. മഹത്വം കർത്താവ് എടുത്താട്ട്. അടുത്ത ദിവസങ്ങൾ ഓരോ ജീവന്റെ സാക്ഷ്യം കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ച കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ സിസ്റ്ററിനുള്ളതായ
നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇത്രത്തോളം സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ളതായ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്ക്രീനിൽ കാണുന്നതായ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമീൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com